ഒരുപാട് നാളത്തെ കാത്തിരിപ്പായിരുന്നു നമുക്ക് RRB എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ മാസം അതിൻ്റെ എക്സാമിൻ്റെ വേക്കൻസി അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 7000 സംതിങ് വേക്കൻസി ഉണ്ടെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഒരു അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ജൂലൈ 30 അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. നമ്മുടെ സെൻട്രലൈസ്ഡ് നോട്ടിഫിക്കേഷൻ്റെ ഒരു പേജ് ഇപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. 30 സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഓഗസ്റ്റ് 29 അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യും. അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ തൊട്ടടുത്ത ദിവസം വരാൻ പോവുകയാണ്. അതിനകത്ത് കഴിഞ്ഞ ആഴ്ച നമുക്ക് വന്ന ഒരു ഏറെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏജ് ലിമിറ്റ് കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ട്. 3 വർഷം ഏജ് ലിമിറ്റ് കൂട്ടിയിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, അതായത് ഇനി എല്ലാ വർഷവും റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് നടത്താൻ പോവുകയാണ്. ഓരോ വർഷവും റിക്രൂട്ട്മെൻറ്റ് നടത്താൻ പോവുകയാണ്. അതായത് ഇപ്പോൾ ഈ ജൂലൈ അവസാനം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ജൂലൈ അവസാനം അല്ലെങ്കിൽ ഓഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തിനുള്ളിൽ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വരണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാൽ ഒരു 6 മന്ത്സിനുള്ളിൽ എക്സാം കംപ്ലീറ്റ് ആക്കി അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമാണ് അടുത്ത വർഷം ഇതുപോലെ അടുത്ത സൈക്കിൾ വേക്കൻസി അപ്ഡേറ്റും അതുപോലെ ഈ ഒരു നോട്ടിഫിക്കേഷനും ഒക്കെ പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ എക്സാമും പ്രതീക്ഷിക്കാം. അപ്പോൾ ഓരോ ഡീറ്റെയിൽസിനകത്തേക്ക് പോവുകയാണ്. ഇതിനകത്ത് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേറ്റ്, അതായത് നോട്ടിഫിക്കേഷൻ ഒരു 27 ഒക്കെ ആകുന്ന സമയം ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ചാനലിലൂടെ എന്തായാലും അപ്ഡേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ചാനൽ എന്തായാലും ഫോളോ ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് അപ്ലിക്കേഷൻ ഓപ്പണിംഗ് ഡേറ്റ് 30/7/2024, അതായത് ജൂലൈ 30 ഇതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് വന്നത്. എല്ലാ നോട്ടിഫിക്കേഷൻ ഏകദേശം 1 മന്ത് ഡ്യൂറേഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് ഡേറ്റ് കൊടുത്തേക്കുന്നത് 29/8/2024, അതായത് ഓഗസ്റ്റ് 29 അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യും. ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ്. കഴിഞ്ഞ എക്സാം നടന്നത് ഏകദേശം 2019 ഒരുപാട് വേക്കൻസി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരുപാട് വേക്കൻസി ഇനിയും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്കറിയാം, ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ, ബിടെക്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസി ഫീൽഡാണിത്. അത് ഒരുപാട് അതിനായിട്ട് ബന്ധപ്പെട്ടത്. മെക്കാനിക്കൽ നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ അണ്ടറിൽ വരുന്ന പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എല്ലാം കഴിഞ്ഞ ആളുകൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അലൈഡ് എഞ്ചിനീയറിംഗ് എന്നുള്ള രീതിയിലാണ് വരാറുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഇതിനകത്ത് പിന്നെ വേറെ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പേ സ്കെയിലാണ്. പേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ജൂനിയർ എഞ്ചിനീയറിംഗിൻ്റെ പേ സ്കെയിൽ വരുന്നത് ലെവൽ 6 ആണ്. 35,400 രൂപയാണ് ബേസിക് ഇനീഷ്യൽ പേ വരുന്നത്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നോർമലി നമുക്ക് 18 മുതൽ 33 വയസ്സ് വരെയായിരുന്നു ഏജ് ലിമിറ്റ് ഉണ്ടായിരുന്നത്. 3 ഇയർ ഇതിന് കൂടെ കൂട്ടിയിട്ടുണ്ട്. കാരണം എന്താണ്? കൊറോണ വന്നത് കാരണം. കൊറോണ കാരണം ഒരു 3 ഇയർ അഡീഷണലി ഏജ് ലിമിറ്റ് കൂട്ടിയിട്ടുണ്ട്. അത് ALPൻ്റെ അകത്ത് നമ്മൾ കണ്ടതായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ വേക്കൻസി അപ്ഡേറ്റ് വന്നത് ടോട്ടൽ വേക്കൻസി അപ്ഡേറ്റ് എന്നുള്ളത് 7,934 അതിൻ്റെ അകത്ത് ബാക്കിയുള്ള CMS എന്നുള്ള പോസ്റ്റ് എല്ലാം കൂടി കൂടും. അതിനകത്ത് 7,300 സംതിങ് ആണ് നമുക്ക് ജൂനിയർ എഞ്ചിനീയറിംഗ് പോസ്റ്റ് മാത്രമായിട്ടുള്ള വേക്കൻസി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പിന്നെ ബാക്കി പറയുന്ന കാരണം ഇത് ഞാൻ എന്താ പറയുക, ഏജ് ലിമിറ്റ് റിലാക്സേഷൻ 3 വയസ്സ് കൂട്ടാൻ കാരണം ആ കൊറോണ പാൻഡമിക് ഉള്ളത് കാരണമാണ്. അതുപോലെ തന്നെ ഏജ് എപ്പോൾ മുതലാണ് കഴിഞ്ഞ സ്ലൈഡിനകത്തുണ്ട് ഏജ് ആസ് ഓൺ 1/1/2025 1/1/2025 ആ ഒരു ഏജ് ലിമിറ്റ് വരുന്നത്. അതായത് 36 വയസ്സാകുന്നത് 1/1/2025 അടുത്ത വർഷം ജനുവരിയിലായെന്ന രീതിയിലേക്കാണ്. അപ്പം നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യം ആ ഒരു സമയത്തേക്കായിരിക്കും മിക്കവാറും എക്സാം കഴിഞ്ഞ് ആ ഒരു എന്താ പറയുക റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എക്സാം അതിന് മുമ്പ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു ഡേറ്റ് ഇടാനുള്ള കാരണം അതുകൊണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഡിപ്ലോമ, ബിടെക് ഇൻ മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ഇത് കഴിഞ്ഞ ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെക്കാനിക്കൽ അണ്ടറിൽ ഓട്ടോമൊബൈൽ വരും. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ വരും. അതായത് ഇതുമായിട്ട് മെക്കാനിക്കലായിട്ട് അലൈഡ് അതിൻ്റെ എഞ്ചിനീയറിംഗ് എല്ലാ സ്ട്രീമുകളും വരും. അല്ലെങ്കിൽ സിവിലിൻ്റെ അകത്ത് വന്നാലും അതുപോലെ തന്നെ അത് സിവിലായിട്ട് ബന്ധപ്പെട്ട കുറേ സ്ട്രീമുകൾ വരുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിൻ്റെ ബേസിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് പറയുകയാണെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇങ്ങനെ ഒരുപാട് സ്ട്രീമുകളുണ്ട്. ഇതൊക്കെ ഇലക്ട്രോണിക്സിൻ്റെ അണ്ടറിലേക്ക് വരും. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും ഇലക്ട്രോണിക്സിൻ്റെ അണ്ടറിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇലക്ട്രിക്കലിൻ്റെ അകത്തും അതുപോലെ തന്നെ ഒരുപാട് ഇലക്ട്രിക്കലായിട്ട് ബന്ധപ്പെട്ട സ്ട്രീമുകളിലെ ഒരുപാട് ക്വാളിഫിക്കേഷനിലെ ഇതുണ്ട്, ഡിഗ്രീസ് ഉണ്ട്. അതൊക്കെ ഇതിനകത്ത് അണ്ടറിൽ വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഒരു അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ 500 രൂപയാണ്. 500 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾ CBT 1 എഴുതുകയാണെങ്കിൽ അതിന് 400 രൂപയ്ക്ക് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. 400 രൂപ റീഫണ്ട് ആയിട്ട് CBT 1 എഴുതി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ഓൺലി ദ കാൻഡിഡേറ്റ്സ് ഹു അറ്റൻഡഡ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് CBT 1 ഗെറ്റ് റീഫണ്ട് ദയർ എക്സാമിനേഷൻ ഫീസ് മെൻഷൻഡ് അബോ. അതിവിടെ പറഞ്ഞിട്ടുണ്ട് 400 രൂപ ഷാൽ ബി റീഫണ്ടഡ് ഡ്യൂലി ദ ഡിറക്റ്റ് ഇൻ ദ ബാങ്ക് ചാർജസ്. ഓക്കെ, 500 രൂപയിൽ 400 രൂപ റീഫണ്ട് ആയിട്ട് കിട്ടും. നിങ്ങൾ CBT 1 എഴുതണം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. 2 സ്റ്റേജ് ഓഫ് എക്സാം ആണുള്ളത്. CBT 1, CBT 2. CBT 1ൻ്റെ അത് ജനറൽ സബ്ജക്റ്റുകൾ മാത്രമേ ഉള്ളൂ. CBT 2ൻ്റെ അത് ജനറൽ സബ്ജക്റ്റ് പ്ലസ് ടെക്നിക്കലി നിങ്ങൾ ഏതാണോ സ്ട്രീം ആ സ്ട്രീമിലുള്ള സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ടാവും. മെക്കാനിക്കലാണെങ്കിൽ മെക്കാനിക്കൽ, സിവിലാണെങ്കിൽ സിവിലാണ്. അതൊരു 75 മാർക്കിനാണ് ഉണ്ടാവുക. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ ഉണ്ടായിരുന്നു. നിങ്ങൾ ഏതെങ്കിലും വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 2 എക്സാമും കമ്പ്യൂട്ടർ 2 സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. 2 എക്സാമും കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാം തമ്മിൽ ഗ്യാപ്പ് ഇപ്പോൾ CBT 1 ഒരു 4 മന്ത്സിനുള്ളിൽ ഉണ്ടാവും വിചാരിക്കുക. 4 മന്ത്സിനുള്ളിൽ CBT 1 ഉണ്ടെങ്കിൽ ഒരു 1.5 മാസം അല്ലെ 1 മാസത്തെ 1 to 1.5 മന്ത്സിനുള്ളിൽ തന്നെ CBT 2 ഉണ്ടാവും.
ഓക്കെ, CBT 2 ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു 1 ഇയറിനുള്ളിൽ എക്സാം പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അടുത്ത നോട്ടിഫിക്കേഷൻ വരണം. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഇവർക്ക് എക്സാം കംപ്ലീറ്റ് ആയി അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സസ് നടത്തണം. ഒരു 6 മന്ത്സിനുള്ളിൽ കംപ്ലീറ്റ് എക്സാം കഴിയണം. CBT 1 CBT 2 കഴിഞ്ഞ് ഒരു 6 മാസത്തിനുള്ളിൽ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സും കഴിയണം. ആ രീതിയിലാണ് ഇപ്പോൾ റെയിൽവേ മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അതായത് ഓരോ ഇയറിൽ ഇങ്ങനെ വിളിക്കേണ്ടത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുക, ഒരു 4 മാസത്തിനുള്ള 6 മാസത്തിനുള്ളിൽ. അതുകൊണ്ട് തന്നെ CBT 1 പഠിച്ച് അതിൻ്റെ CBT 2 പഠിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ബുദ്ധിമോശമാണ്. ഒരുമിച്ച് തന്നെ പഠിക്കണം, കാരണം പഠിച്ചെടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാം ജനറൽ സബ്ജക്റ്റുകൾ പഠിക്കുന്ന പോലെ അല്ല ടെക്നിക്കൽ സബ്ജക്റ്റുകൾ മാർക്ക് കുറവാണെങ്കിലും, പക്ഷേ ടെക്നിക്കൽ സബ്ജക്റ്റുകൾ നിങ്ങൾ നല്ലോണം പഠിക്കണം. അതുകൊണ്ട് തന്നെ എൻട്രിയിലെ കോഴ്സിന് അത് രണ്ടും കൂടി ഇൻക്ലൂഡ് ആയിട്ടാണ് വരുന്നത്. CBT 1 CBT 2 ഒരുമിച്ചാണ് വരുന്നത്. നമുക്കറിയാം ആദ്യം എന്താണ് നമുക്ക് ഈ ഒരു എക്സാം വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ അടുത്ത എക്സാം ഉണ്ടായത്. CBT 1 കഴിഞ്ഞിട്ട് ഒരു 1.5 മന്തിനുള്ളിൽ തന്നെ അടുത്ത എക്സാം ഉണ്ടാകുന്ന സമയത്ത് കുട്ടികൾക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അത് നമുക്ക് നോട്ടീസ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരുമിച്ച് തന്നെ അതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. കാരണം CBT 2 അതും ജനറൽ സബ്ജക്റ്റുകളുണ്ട്, CBT 1 അതും ജനറൽ സബ്ജക്റ്റുകളുണ്ട്. CBT 2 അകത്ത് പ്രത്യേകത പറഞ്ഞാൽ അഡീഷണലി നമുക്ക് ടെക്നിക്കൽ സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഗോൾഡ് ബാച്ച്, നമുക്കറിയാം എൻട്രീൻ്റെ ഒരു പ്രത്യേകതയാണ് ഗോൾഡ് ബാച്ച്. ഗോൾഡ് ബാച്ച് എന്ന് പറഞ്ഞാൽ മെൻറ്റർഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ബാച്ചാണ്. അതായത് ഓരോ ദിവസം പഠിക്കേണ്ട സാധനങ്ങൾ സ്റ്റഡി പ്ലാൻ മുഖേന നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും. ഓരോ ദിവസം നിങ്ങൾക്ക് പഠിക്കേണ്ട ടോപ്പിക്കുകൾ തരും, അത് പഠിച്ചു പോകുക. കാരണം ഒരുപാട് സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് ഇല്ലാത്തതാണ്. ഈ കറക്റ്റ് ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റും. കാരണം ഒരുപാട് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നു, എവിടെ നിന്ന് തുടങ്ങണം എന്ന് നിങ്ങൾക്ക് അറിയില്ല, പിന്നെ എങ്ങനെ നിങ്ങൾ പഠിക്കും? അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻട്രിയുടെ ഈ ഗോൾഡ് ബാച്ച് നല്ല മെൻറ്റർഷിപ്പ് സപ്പോർട്ടുള്ള ഗോൾഡ് ബാച്ച് ആണ് ഒരു പ്രത്യേകത. കാരണം എന്താ വെച്ചാൽ ഓരോ ക്ലാസ്സിൻ്റെ അകത്തും അതായത് 3 സെഷൻ കഴിഞ്ഞാണെങ്കിൽ 3 സെഷൻസിൻ്റെ അകത്തുള്ള കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒരു ലൈവായി സെഷൻ ഉണ്ടാവും. അതാണ് ഗോൾഡ് ബാച്ചിൻ്റെ പ്രത്യേകത. ഒരു മെൻറ്റർ ഉണ്ടാവും, മെൻറ്റർ നിങ്ങൾക്ക് ഓരോ ദിവസം പഠിക്കേണ്ട ടോപ്പിക്കുകൾ തരും. ഓരോ ദിവസം പഠിച്ച് കഴിഞ്ഞ് 2-3 ദിവസം കഴിയുമ്പോൾ ആ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനും അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷനും ലൈവായിട്ടുണ്ടാവും. ഓക്കെ, അതാണ് ഗോൾഡ് ബാച്ച്. അത് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടും അതുപോലെ തന്നെ എക്സാം പാറ്റേണും കാര്യങ്ങളും വെച്ചിട്ടും ഒക്കെയാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ റിസൾട്ട് നമുക്ക് ഉണ്ടാകുന്നത് ഗോൾഡ് ബാച്ചാണ്. നോർമൽ ബാച്ചിനെക്കാട്ടും കൂടുതൽ റിസൾട്ട് ഉണ്ടാകുന്നത് ഗോൾഡ് ബാച്ചിലാണ്. നമ്മളെ നെക്സ്റ്റ് ഗോൾഡ് ബാച്ച് തുടങ്ങുന്നത് ഓഗസ്റ്റ് 1-ാം തീയതിയാണ്. ഓഗസ്റ്റ് 1-ാം തീയതി നമ്മൾ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം ഉണ്ടാകും, ഫോം ഫില്ല് ചെയ്തേക്കുക. നമ്മൾ അക്കാദമിക് കൗൺസിലിൽ വിളിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. 2 എക്സാമിനും കൂടിയുള്ള കോഴ്സാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. കാരണം എക്സാം അടുത്താണ്, ഇനി ആലോചിക്കാൻ സമയമില്ല. 4 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ടോപ്പിക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ തുടങ്ങിയാൽ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ മാക്സിമം നോക്കുക. അതുപോലെ തന്നെ ഇത് വളരെ ചെറിയൊരു പോസ്റ്റായി നിങ്ങൾ കാണേണ്ട ഇന്ത്യൻ റെയിൽവേയിലുള്ള പോസ്റ്റാണ്. അത്യാവശ്യം നല്ല രീതിയിൽ സാലറി സ്കെയിലുണ്ട്. അതുപോലെ തന്നെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജോലിയാണ്, നല്ല വേക്കൻസി സ്കെയിലുണ്ട്. അപ്പം 7300 വേക്കൻസി പറഞ്ഞാൽ 4 ഡിപ്പാർട്ട്മെൻറ്റിലും മൊത്തമായിട്ടുള്ള വേക്കൻസിയാണ്. അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും സെപ്പറേറ്റ് കുറഞ്ഞ വേക്കൻസി റിപ്പോർട്ട് ചെയ്യും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനകത്ത് ഇനി വരാൻ പോകുന്ന 30-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ ആ നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മറക്കണ്ട, താഴെ ഡിസ്ക്രിപ്ഷനിൽ ഫോം ഉണ്ട്, നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇതുവരെ കോഴ്സൊന്നും എടുത്ത് പഠിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എടുത്ത് കൊടുക്കുക. കാരണം ഡീറ്റെയിൽസിൻ്റെ അകത്ത് നിങ്ങളുടെ പേരും കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ അക്കാദമിക് കൗൺസിൽ വിളിച്ചിട്ട് നിങ്ങളുടെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടും കോഴ്സിൽ ജോയിൻ ചെയ്യുക, പഠിച്ച് തുടങ്ങുക. കാരണം ഇനി നഷ്ടപ്പെടുത്താൻ സമയമില്ല. നമ്മൾ ഒരുപാട് കാലമായി വെയിറ്റ് ചെയ്തിരിക്കുന്നു ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ മറക്കണ്ട. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.